ശൗലിൻ്റെ മരണത്തിന് ശേഷം ദാവീദ് ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷം യഹൂദ പുരുഷന്മാർ ദാവീദിനെ യഹൂദ ഗ്രഹത്തിന് രാജാവായി അഭിഷേകം ചെയ്തു. എന്നാൽ ശൗലിൻ്റെ സേനാധിപതിയായിരുന്ന അബ്നേർ ശൗലിൻ്റെ മകനായ ഈശ്ബോശത്തിനെ ബെന്യാമിൻ ഗോത്രത്തിനും ഗിലെയാദ്, അശൂരി, എഫ്രീം എന്നിങ്ങനെ ഇസ്രായേലിയർക്കും രാജാവാക്കി. അങ്ങനെ ഇസ്രായേലിൽ ഇപ്പോൾ 2 രാജാക്കന്മാരുണ്ടായി. ഒന്ന് ദാവീദും മറ്റൊന്ന് ഈശ്ബോശത്തും. ഒരാൾ അപ്പൻ രാജാവായതുകൊണ്ട് ആ പാരമ്പര്യം കൊണ്ട് രാജാവായപ്പോൾ മറ്റൊരാൾ ദൈവത്തിൻ്റെ അഭിഷേകമുള്ളതുകൊണ്ട് രാജാവായി. പാരമ്പര്യം കൊണ്ട് രാജാവാകുകയും പാരമ്പര്യം കൊണ്ട് വിശ്വാസിയാകുകയും ശുശ്രൂഷകനാകുകയും പാസ്റ്ററാകുകയും ചെയ്യുന്നതിനകത്ത് ദൈവിക നിയോഗം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവൻ്റെ മേൽ എപ്പോഴും ദൈവിക നിയോഗം ഉണ്ടായിരിക്കും. പാരമ്പര്യത്തിന് ദൈവസന്നിധിയിൽ നിലനിൽപ്പില്ല, അത് നിന്നുപോകും. അഭിഷേകം അത് നിന്നെ നിലനിർത്തും.